ദർശനം വേടോ ദർശനെല്ലാം പോയി പോനെ ഈ പാർവതിയോ താൻ അയാള് കൊള്ളാലോ നല്ല സെറ്റപ്പ് തുടങ്ങിയിട്ടില്ലേ എടോ ഇന്ന് ഞായറാഴ്ചല്ലടാ ദർശനയിൽ ലീവാടാ ദർശന ലീവാ അവിടെ താനെന്താ ഉദ്ദേശിക്കുന്നത് നമ്മളെ മട്ടന്നൂർ കോളേജിൽ പഠിക്കുന്ന ദർശനല്ലേ അതെ എന്നെ കാണുമ്പോ തോന്നുന്നുണ്ടോ ഞാൻ ഇങ്ങനെ വായി നോക്കിയാൽ വെട്ടി ആട്ടെ ചേട്ടാ മാപ്പ് ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ശശി ശശി എന്റെ പേരെന്താ എനിക്കറിയാ തന്റെ പേരെന്തോ ധൃതികരാശൻ ധൃതികരാശൻ എടാ ധൃതികരാശനാടാ നിനക്കറിയാ ആ പേരെങ്ങനെ വന്നിരുന്ന് 1960-ലാണോ 1945-ലാണോ എനിക്ക് ഓർമ്മയില്ല തന്റെ മുട്ടിങ്ങനെ പറക്കുന്നുണ്ട് പറയുമ്പോ സൂക്കടുണ്ടോ പറ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്റെ അമ്മക്ക് 8 മാസം കയറിപ്പം അച്ഛൻ ഓടിക്കതിച്ച് വരുന്നു ഇങ്ങോട്ട് വീട്ടിലേക്ക് അച്ഛൻ പറഞ്ഞു ശാന്ത് റേഷൻ പീടിയല്ലാതെ 8 രൂപ കരി കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കണ്ട കാട്ടവാജി അമ്മയുടെ ഓടിയില്ലേ റേഷൻ പീടി പെരിയ വെച്ച് അമ്മ വസയിച്ച് അമ്മേന്റെ ഇത് കണ്ടിട്ട് അച്ഛനിട്ട് പേരാ തനിക്കെന്താ ജോലി ജോലിയാ ജോലി വായി നോക്കും നല്ലോണം നോക്കും ഒരു വായി നോക്കിയല്ലേ എന്താ ജോലി എടുത്ത് ജീവിച്ചോടോ തനിക്ക് ചേട്ടനെ കാണുമ്പോ നല്ല കെറ്റപ്പുണ്ട് അതെല്ലാരും പറയുന്നുണ്ട് വിനോദമില്ലെങ്കിൽ ചേട്ടന്റെ കമ്പനിയില് ഒരു ജോലി ഞാനും നിന്നെ പോയാടാ ജോലി മാറ്റി മാറ്റിച്ച് അപ്പൊ ഒരേ ടീമാണ് കയ്യോട് നമ്മക്ക് നീ 10 മണി മുതൽ വൈകുന്നേരം തന്നെയുണ്ടോ വേറെ പണി ഓക്കെ 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 പോയടാ വേറെ വരും എന്നെ വരും എടാ നോക്കടാ 2 പെമ്പിള്ളേര് ഹലോ 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 ഒന്നിങ്ങോട്ട് വായിക്കൂടെ വരുന്നുണ്ടടാ മുത്തി പറയാ ഞാൻ പറയാ നീ പറയാ ഞാക്കിത് ഇടക്കിടക്ക് കിട്ടലുണ്ട് മോനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഒരു വെള്ളം പോലും ഞാൻ കഴിച്ചിട്ടില്ല എന്താടാ അടിയല്ലേ പെമ്പിളർ അടിയപ്പോ ഭയങ്കര പേപ്പറ് വാങ്ങ വാങ്ങ നീ പൊരു എനിക്ക് ബൈക്കറിയില്ല കാണാൻ ബൈക്ക് നമ്മുടെ മുഖ്യമന്ത്രിന്റെ ഒരു കാര്യം എന്താ മുഖ്യമന്ത്രി ചാവാൻ അമേരിക്കയിലേക്ക് കാണാൻ തലൊന്നും കിട്ടിയിട്ടില്ലേ എന്റെ മുഖ്യമന്ത്രി കാര്യോ പോട്ടെ എനിക്ക് അക്ഷരം ഇവരേ ഇല്ലപ്പ മുഖ്യമന്ത്രി ചാവാൻ അമേരിക്ക പോയി അല്ല പിന്നെ മുഖ്യമന്ത്രി ചവാൻ അമേരിക്ക പോയി അതായത് മുഖ്യമന്ത്രി ചാവാനല്ല ഈ മുഖ്യമന്ത്രിയുടെ പേരാണ് ചവാൻ ഈ ജോർജ് വായിച്ചില്ലേ ശീലയുള്ളൂ ജോർജ് നോക്കട്ടെ മോനെ ഇന്ത്യ ഓസ്ട്രേലിയ സച്ചിന് പരിക്ക് മൂലം പുറത്ത് മൂലം പുറത്താണോ ആരെ സച്ചിൻ പരിക്ക് മൂലം പുറത്തായി അല്ല സച്ചിന് പരിക്ക് മൂലം പുറത്തായി
പ്രിയദർശൻ 2 നടന്മാരെ ആവശ്യമുണ്ട്. നാളെ രാത്രി തിരുവനന്തപുരത്ത് എത്തുക 10 മണിക്ക്. നമ്മൾ നാളെ 10 മണിക്ക് എത്തണ്ടാണ്. ഓക്കെ, നാളെ കാണാം. ഓക്കെ. സംവിധായകൻ പ്രിയദർശന്റെ വീട്ടിൽ. ഡയറക്ടറെ ക്ലൈമാക്സ് മാറ്റണം. ക്ലൈമാക്സ് മാറ്റണ്ടെങ്കിൽ മാറ്റിക്കോ. മാറ്റണ്ടേ? അല്ല, താൻ മാറ്റുന്നില്ലേ പറഞ്ഞു. എന്നാ താൻ തന്നെ മാറ്റിക്കോ. അല്ല, മറ്റേ ആ സംഭവം വേണ. നമ്മളെ ആ മൂലി ഉണ്ടല്ലോ, മൊഴിയല്ല നമ്മളെ പരസ്യം കൊടുത്തിട്ട് ഒരുത്തനെയും കാണുന്നില്ല. എന്ത് ഡയറക്ടർ ആരാ? എടാ, പരസ്യം വൃത്തിക്ക് കൊടുക്കണോ? കൂലിപ്പണിക്ക് പോയാ മതി, വെറുതെ ഇനോ. കൂലിക്കെടുക്ക് അച്ഛൻ പോവാൻ പറഞ്ഞതാ, പോയില്ല. നല്ല കാലത്ത് പോയില്ല. ഇങ്ങനെയാ മോനെ ഉണ്ടാവുക. ഒരുത്തനും വരുന്നില്ലല്ലടാ. വരൂടാ, വരൂ. ഇപ്പം വരൂ. ഏതെങ്കിലും ഒരുത്തൻ വരാണ്ട് നിക്കുക. ആരും വരുന്നില്ലല്ലോ. വരട്ടെ, വരുമല്ലോ. വരുന്നുണ്ട്. ഇനി സാറേ വിളിക്കാം. സാറേ നോക്കണ ഒരു പെണ്ണ്. ഇങ്ങോട്ടോടാ. പ്രിയദർശൻ സാറില്ലേ? പ്രിയദർശൻ സാറല്ലേ? നമ്മള് പരസ്യം കണ്ടിരുന്നു സാർ. നടന്മാരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ വന്നത് സാർ. വളരെ കഷ്ടപ്പെട്ടു. നമ്മൾ നല്ലോണം അഭിനയിക്കും സാർ. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ആരും വേണമെങ്കിലും നമ്മൾ അവതരിപ്പിക്കും സാർ. കാണിക്കട്ടെ സാർ. ഞാൻ പറയുന്നത് താൻ അഭിനയിച്ചാൽ മതി. ആയിക്കോട്ടെ. അല്ല, എന്നാ പരിപാടി എന്നാ? ഞാൻ വെറുതെ വന്നാ. ഓരോരുത്തർക്കും ഓരോ അവസരം. നമുക്ക് 2 നടന്മാരെ ആവശ്യമില്ല. 2 നടന്മാരെ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഒരാളെ സെലക്ട് ചെയ്യേ. നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ഡയലോഗ്സ് ചെയ്യും. അപ്പൊ ആദ്യം എനിക്ക് ഡയലോഗ് തരാം. ഡയലോഗ് കൊടുത്തേ. ഡയലോഗ് കൊടുക്കട്ടെ. ഓക്കെ എന്നാ? നെട്ടൂരാനോടാണോടാ നിന്റെ കളി? സൂപ്പർ. മറ്റേ അടുത്തത് നമ്മളെ രാജാവിന്റെ കഥയാണ്. ഈ രാജാവിന്റെ മന്ത്രി രാജാവിനെ ഒന്ന് പുകഴ്ത്തി പറയും. പുകഴ്ത്താനല്ല, പുകഴ്ത്താൻ. കേട്ടോ? മഹാരാജൻ ധൃതങ്കിത പുളകിതനാവട്ടെ. പറയണ്ടേ നീ? വേഗം പറയണോ? നാളെ എനിക്ക് ഒന്നും കൂടി വേണം. മഹാരാജൻ ധൃതങ്കിത പുളകിതനാവട്ടെ. മഹാരാജൻ നിങ്ങൾ രണ്ടാളും ശരിയാവില്ല. രണ്ടാളും ശരിയാവില്ല. അഭിനയത്തിന്റെ അഭിനയത്തിന്റെ സീൻ ഞാൻ നല്ലോണം അഭിനയിക്കും സാർ. നിങ്ങൾ അഭിനയിച്ചോ? നമ്മൾ തരാം. നിങ്ങൾക്ക് 2 ഓരോ റോൾ തരാം. ആരാ മര്യാദക്ക് അഭിനയിക്കുന്നത് അവരാണ് ഇത് സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മളെ സംഭവം കൊടുക്കണം. പറഞ്ഞു ഞങ്ങൾക്ക് ആക്ഷൻ ഇടാണ്ട് ഒന്നും വരില്ല. ആയില്ല, ഒരു കാര്യം പറയാം. 2 ആള് വേണമെന്നല്ലേ പറഞ്ഞേ? എന്താണോ ഇത്? നമ്മളൊന്ന് പറയട്ടെ. ഒരു നായകനും ഒരു വില്ലൻ. ഒരു നായിക, ഒരു നായിക ഉണ്ടല്ലോ. പറഞ്ഞോ? എടാ ആരില്ലടോ. അപ്പൊ നമ്മളെ നായിക സമയത്ര 12 മണി അർദ്ധരാത്രി. നായിക കട്ടിലിങ്ങനെ കിടക്കുന്നു. അങ്ങനെ ഞാൻ വരും. നായിക കട്ടിലിൽ കിടക്കുന്നു. അപ്പൊ ഞാൻ വരുമല്ലോ. ഞാൻ നായകനല്ലേ? നായകനല്ല, നീ വരുന്നില്ല. ആയിക്കോട്ടെ. ഓ വില്ലൻ. മെല്ലെ കട്ടിലിനടുത്തേക്ക് വരുന്നു. പിന്നെ വില്ലൻ നായികയുടെ കട്ടിൽ കയറി കിടക്കും. നായിക അറിയുന്നില്ല.
രാവിലെ സാർ സാർ രാവിലെ സാർ രാവിലെ പറ സാർ പറ. അപ്പൊ ഇവൻ ഇല്ല. മോളി 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 തേമ്പ മോളി 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 മോളിയേ മോളി മോളി കിട്ടിയ ചാൻസാ മോനെ. മോളി മോളി ഞാനാവില്ല മോളി വാ. ആ മോളി നമ്മളെ ആ കഥയും തുടങ്ങണ്ടേ? കഥ തുടങ്ങുമ്പോ നീ 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 അവിടെ പോയിട്ട് കിടക്കി, നീ അവിടെ പോയിട്ട് കിടക്കുകയ്യ. എടാ നമ്മൾ കട്ടിലാണ് കഴിച്ചിട്ട് നീ അവിടെ കിടക്കി. അപ്പൊ വില്ല പോയിട്ട് കിടക്കില്ലേ? വേഗം അടുത്ത കഥ പറ. പോയിട്ട് അടിച്ചു ഒന്ന് പോണേ. അടിച്ച് തെറിപ്പിക്കടാ. ഇവിടെ തെറിപ്പിക്കാൻ എല്ലാം മോനെ ഇങ്ങനെ കിടപ്പ്. അയ്യോ പോയി നമുക്ക് വികാരം ഒരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയെ. അയ്യോ കാക്കച്ചി കൊത്തിപ്പോയെ.